താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വിശേഷം പങ്കുവയ്ക്കാൻ എത്തുന്നത് അനു സിത്താരയും ശ്രീജിത്ത് രവി. ഹലോ, വെൽക്കം ടു ദ ഷോ. അനു, രാമന്റെ ഏതൻ തോട്ടം തികച്ചും വ്യത്യസ്തമായൊരു ടൈറ്റിൽ. എവിടെയായിരുന്നു ലൊക്കേഷനൊക്കെ? ലൊക്കേഷൻ ശരിക്കും വാഗമൺ, പക്ഷെ വാഗമണിൽ കുറെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കുറെ ഏരിയകളാണ് കൂടുതൽ. വാഗമൺ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം എല്ലായിടത്തും പോയിട്ടുണ്ടോ നമുക്ക് തോന്നും. നമുക്കൊരു മുട്ടക്കുന്നാണ് പെട്ടെന്ന് ഓർമ്മ വരും, പക്ഷെ ഇതൊരു പ്രകൃതി ഭംഗി, പ്രകൃതി രമണീയമാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ലൊക്കേഷൻ സിനിമയിൽ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് തീർച്ചയായിട്ടും. കാരണം ടൈറ്റിൽ തന്നെയാണ്. അപ്പോഴാണ് സാധാരണ, പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ടൈറ്റിൽ നിന്നും വളരെ വിദൂരത്തായിരിക്കും സിനിമ. അല്ല, പക്ഷെ ഇത് സിനിമ 100% സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ തന്നെയാണ്. രാമൻ ഉണ്ട്, ഏതൻ തോട്ടം ഉണ്ട്. അനു കുറെ സിനിമകൾ ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നു മാലിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എത്രത്തോളം വ്യത്യസ്തമാണ് മാലിനി? ഇപ്പം ഫുക്രി, ഇപ്പം കുറേ സിനിമകൾ ചെയ്തു, എന്നാലും ഒരു ടേണിംഗ് പോയിന്റ് ആണ് മാലിനി. അതെ അതെ, തീർച്ചയായിട്ടും. ഫുക്രി ആയാലും ഹാപ്പി വെഡിങ് ആയാലും, ഹാപ്പി വെഡിങ്ങിൽ കുറച്ച് നല്ല നോട്ടഡ് ആയിരുന്നു. അതെ, ഹാപ്പി വെഡിങ്ങിലാണ് എല്ലാവരും മനസ്സിലാക്കിയത് അനു സിത്താര ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞോളി. ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മുന്നിലിരിക്കുന്ന അനു കുഞ്ഞു കുട്ടിയാണെങ്കിലും വെഡിങ് ഒക്കെ കഴിഞ്ഞ് മാരീഡ് ഗേൾ ആണ്. പെട്ടെന്ന് തന്നെ അത് ഞങ്ങള് ശൈശവകാലത്തിന് കേസ് കൊടുക്കും. വേണ്ട, ശൈശവ വിവാഹം അല്ല. അപ്പോൾ പിന്നെ അതായാലും ഫുക്രി ആയാലും ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ചെറിയൊരു പെൺകുട്ടി, അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. നേരെ തിരിഞ്ഞ് അഭിനയിക്കണ്ടല്ലോ, നിന്ന് കൊടുത്താൽ മതി, ചെറിയ പെൺകുട്ടി. രാമന്റെ ഏതൻ തോട്ടത്തിലേക്ക് മാലിനി എന്നൊരു ക്യാരക്ടർ ഏറ്റെടുത്തപ്പോൾ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ ഇതുവരെ ചെയ്തതിനേക്കാളും എന്നിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയില്ല, ഒരുപാട് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മാലിനി. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടി, ഒരു 8 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്. അത് ശരി. അപ്പോൾ കുറച്ച് വ്യത്യസ്തത എന്തായാലും ഈ ക്യാരക്ടറിനുണ്ട്. വ്യത്യസ്തത എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഈവൻ പാരമ്പര്യമായാലും അഭ്രപാളിയിലായാലും വ്യക്തിയിലായാലും ഒക്കെ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും ശ്രീജിത്തുമായിട്ട്. അച്ഛൻ മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട നടനാണ്. അഭ്രപാളിയിൽ കണ്ട ഒരു വ്യക്തിയേ അല്ല, അങ്ങനെയല്ല. അത് പ്രത്യേകിച്ചും അമ്മയിൽ നിന്നും ഒരു ചർച്ചയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ടത്. അതുപോലെ തന്നെയാണ് ശ്രീജിത്ത്. സിനിമയിലെ ഗുണ്ടയാണ്, പക്ഷെ സജിത പറയും പാവാണെന്ന്. എത്രത്തോളം വ്യത്യസ്തത സിനിമയും റിയൽ ലൈഫും തമ്മിൽ? ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ്. സിനിമയല്ല ജീവിതം എന്ന് വളരെ കൃത്യമായിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് അറിയിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അച്ഛൻ ഒരുപാട് ഫ്രണ്ട്സിന്റെ ഇടയിലും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇമ്മച്ചുവറായ കാലഘട്ടത്തിൽ. കാരണം ആ സമയത്ത് ഒന്ന് ഇങ്ങനെ മീഡിയ ഇല്ലല്ലോ, ഇത്രയും മീഡിയ ഫ്രണ്ട്ലി അല്ല. പക്ഷെ എന്നാലും തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പം നമുക്ക് കമന്റ്സ് ഒക്കെ കേൾക്കാം. അച്ഛൻ സ്ക്രീനിൽ വരുമ്പോ തന്നെ ദേ ഒന്ന് ദുഷ്ടനെന്ന് കേൾക്കാത്തൊരു സിനിമയും ഞാൻ കണ്ടിട്ടില്ല. ഒരു റേപ്പ് സീൻ ഉണ്ടാവും അങ്ങനെ. അപ്പൊ ഒരു കാലഘട്ടത്തിൽ അതിന്റെ കോൺട്രാക്ട് അച്ഛനായിരുന്നല്ലോ. അപ്പൊ പക്ഷെ അത്തരം കമന്റുകൾ മുഴുവൻ അച്ഛനോരോ അവാർഡുകളായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് നമ്മുടെ സിനിമയിലൊക്കെ സജീവമായി വന്നു തുടങ്ങിയപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. പിന്നെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പലപ്പോഴും അച്ഛനെ വളരെ നേരിട്ട് അറിയാവുന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ ഏറ്റവും അധികം കൂടുതൽ ഇടപെട്ടിട്ടുള്ളത്. എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയാലും എല്ലാവർക്കും അറിയാം അച്ഛൻ എന്താണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ മീറ്റിങ്ങിലും വരുന്നതാണ്. അവിടെ വന്ന് കോമഡി നാടകങ്ങളൊക്കെ അച്ഛൻ കളിക്കുന്നതാണ്. അപ്പോൾ സിനിമയിലുള്ള ആളല്ല ഇയാളെന്നുള്ളത് ഞാനായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു കോമഡി നാടകം എന്ന് പറയുമ്പോൾ കോളേജിൽ തന്നെ നാടകവും കലയുമായിട്ട് ബന്ധമൊക്കെ ഉള്ള ഒരാളായിരുന്നു. എത്രത്തോളം ക്യാമ്പസ് ലൈഫിൽ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്? ക്യാമ്പസ് ലൈഫ് 100% എൻജോയ് ചെയ്തിട്ട് തന്നെയാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MBA എല്ലാ സമയത്തും നാടകം, അഭിനയം വളരെ നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നൊരു മേഖലയായിരുന്നു. അപ്പോൾ പല സ്ഥലത്തും കോളേജിലായിരുന്നപ്പോൾ ഡ്രാമ ക്ലബ്ബ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് നാടകം കൂവി പൊളിച്ചോട് കൂടിയിട്ട് അത് ഇല്ലാതായി. പിന്നെ അങ്ങനെ പല ശ്രമങ്ങൾ നടത്താറുണ്ട്. ചിലത് വിജയിച്ചിട്ടുണ്ട്, ചിലത് വിജയിക്കാതിരുന്നിട്ടുണ്ട്. സിനിമയിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നാടകം കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നത്. ആ അറ്റംപ്റ്റ് കുറച്ചൊക്കെ സക്സസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള അനു സിത്താര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 2 വ്യക്തികളാണോ എന്ന് പെട്ടെന്ന് ചിന്തിച്ചു? അല്ല, ഒരു വ്യക്തിയാണ്. സിനിമയിലേക്ക് മുൻപുള്ള അനു എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവുമോ അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടോ എന്നോ എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫിലും അങ്ങനെ തോന്നിയിട്ടും കലയൊക്കെ ആയിട്ട് എനിക്ക് തീർച്ചയായും ഞാൻ ചെറുപ്പം മുതലേ കലയായിട്ട് കുടുംബപരമായിട്ട് കല ഭയങ്കര ബന്ധമുള്ള ഒരു ഫാമിലിയാണ്. എൻ്റെ അച്ഛനൊരു നാടക നടനാണ്.
അമ്മ ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ ഇത് ചെറുപ്പം മുതലേ ഞാൻ ഈ ഡാൻസ് നാടകത്തിൻ്റെ പ്രാക്ടീസ് വീട്ടിലുണ്ടാവും, ഡാൻസിൻ്റെ പ്രാക്ടീസ് വീട്ടിലുണ്ടാവും, അമ്മ പഠിപ്പിക്കുന്നുണ്ടാവും, മാമ അപ്പുറത്ത് അഭിനയിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്. അപ്പോൾ ഓൾറെഡി ചെറുപ്പം മുതലേ എനിക്ക് ഇതെല്ലാം മനസ്സിൽ ഓൾറെഡി ഉണ്ട്. ഡാൻസ് ആയാലും അഭിനയം. സിനിമയിലേക്ക് ശരിക്കും എന്നെ അഭിനയിപ്പിക്കണം എന്നൊരു അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമാണ്. കാരണം അച്ഛൻ്റെ അഭിനയിക്കാനുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് എനിക്ക് ഉണ്ടായി വന്നിട്ടുള്ളത്, എനിക്കും അഭിനയിക്കണം എന്നുള്ളത്. അത് ചെറുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ പറയും, ചിങ്ങിണി ചിങ്ങിണി എന്നാണ് വിളിക്കുക എന്നെ. ഇങ്ങോട്ട് വാ, നീ ഞാനൊരു സീൻ പറഞ്ഞ് എനിക്ക് ചെയ്ത് കാണിച്ചു തരുമെന്ന് ചോദിക്കും. എന്നിട്ട് വെറുതെ സുനാമി വന്നു എല്ലാവരും മരിച്ചു കിടക്കണം, അപ്പോൾ നീ എന്താ ചെയ്യാന്ന് പറയും, കരയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറുപ്പം പോലെ എന്നെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ടാവില്ല അങ്ങനെ ഒരു ആഗ്രഹം, ഇപ്പൊ ഒരു സുനാമി എന്താ ചെയ്യാൻ. ഡാൻസ് ആയാലും ചെറുപ്പം പോലെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. പിന്നെ കലോത്സവങ്ങളിൽ പങ്കെടുത്തു, കലാമണ്ഡലത്തിൽ പോയി പഠിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് ഓൾറെഡി കലാപരമായിട്ടൊരു സപ്പോർട്ട്. വീട്ടിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ വീട്ടിൽ പറയുമ്പോൾ ആദ്യത്തെ പടി എന്ന് പറയുന്നത് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ. പക്ഷെ അനുവിനെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെന്ന് പറഞ്ഞാൽ അവിടെ മാത്രം നിൽക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ അത് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചോ. ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട്. അതെ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. വീട്ടുകാർ എന്തായാലും നമ്മളൊരു അച്ഛനമ്മ മകൾക്കുള്ള ഇഷ്ടമുള്ള കാര്യം മിക്കവരും അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നവരാണ്. പക്ഷെ ഭർത്താക്കന്മാർ വരുമ്പോഴാണ് വലിയൊരു വ്യത്യാസം വരുന്നത്. സത്യം. ഇത് മീൻസ് അവരുടെ സ്വപ്നങ്ങളൊക്കെ ഇല്ലാണ്ടാവോ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഡാൻസ് സിനിമ അങ്ങനെ പോകാൻ പറ്റും. കാരണം ഒരു ഫാമിലി കയ്യിൽ കിട്ടും, ഒരുപാട് മാറ്റങ്ങൾ. വൈഫിന്റെ റോൾ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതെ, നമ്മളൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വിഷ്ണുവിന്റെ വലിയൊരു സപ്പോർട്ട് എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായില്ലേ. ഡാൻസ് ആയാലും സിനിമ ആയാലും എല്ലാത്തിനും വിഷ്ണുവിന്റെ ഭയങ്കര സപ്പോർട്ട്. എന്റെ ഇഷ്ടം എന്താണോ ലൊക്കേഷനിൽ ത്രൂ ഔട്ട് വിഷ്ണു ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഇദ്ദേഹത്തെ മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ വന്ന് ചേർന്ന് ഹീറോയിന്റെ കൂടെ ഒരു പയ്യനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ വിചാരിച്ചു. അപ്പൊ ആരായിരിക്കും, ചേട്ടനായിരിക്കോ അല്ലെങ്കിൽ ഒരു പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ഫസ്റ്റ് ഒരു ഒറ്റ നോട്ടത്തിൽ ആദ്യം നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. വേറെ കല്യാണം കഴിച്ചതെന്ന് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അപ്പോഴാണ് ആരോ പറഞ്ഞത് വിഷ്ണു ഹസ്ബൻഡാണെന്ന് പറഞ്ഞത്. പക്ഷേ വിഷ്ണുവായിട്ട് അടുത്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ ലൊക്കേഷൻ ഞങ്ങളവിടെ ഞങ്ങളുടെ ലൊക്കേഷൻ്റെ ഒരു സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാഗമണ്ണിൽ പ്രത്യേകിച്ച് ഏതൻതോട്ടം ഏരിയ ഷൂട്ട് ചെയ്തത് ഞാൻ പറഞ്ഞത് വാഗമൺ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അവിടെ ശരിക്കും ഒരു ടോട്ടൽ ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർ രണ്ടൊരു ഫാമിലി ആയിട്ട് അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിന്റെ ഫാമിലി വൈഫും പിള്ളേരൊക്കെ കൂടെ വന്നു. ഞാൻ എൻ്റെ ഭാര്യയും പിള്ളേരെയും കൊണ്ടുവന്നു. കുറച്ച് കഴിയുമ്പോൾ ചാക്കോച്ചൻ പ്രിയെ കൊണ്ടുവന്നു, പിഷാരടി കൊണ്ടുവന്നു, ജോജു കൊണ്ടുവന്നു. അപ്പൊ അവസാനം അതായത് സിനിമയിൽ അഭിനയിച്ച എല്ലാവരും വിത്ത് ഫാമിലി ഒരു ടൂർ ടൂർ പോയ ആൾക്കാരായിരുന്നു. ശരിക്കും സിനിമാപരമായിട്ട് കഥാപരമായിട്ടും അത് ഭയങ്കരമായിട്ട് നമുക്ക് ശരിക്കും അത് തന്നെയാണ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ. തീർച്ചയായിട്ടും എല്ലാവർക്കും, ഈവൻ നമ്മൾ വിചാരിക്കും സ്ത്രീകൾക്ക് മാത്രമാണ് സപ്പോർട്ട്, ഒരിക്കലും അല്ല. കാര്യം വീട്ടിൽ ചെന്ന് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ ഭാര്യമാരുടെ അടുത്ത് നിന്ന് സപ്പോർട്ട് വേണം. സജിത എത്രത്തോളം ഒരു നല്ല ക്രിട്ടിക്കാണ്? വളരെ നല്ല ക്രിട്ടിക്കാണ്. അതായത് എനിക്ക് വളരെ ഓപ്പൺ പേഴ്സൺ ആണ് സജിത. എന്റെ അഭിനയത്തിലുള്ള തെറ്റുകൾ എനിക്ക് മനസ്സിലായത് എനിക്ക് തോന്നുന്നത് ആദ്യം സജിത പറഞ്ഞപ്പോഴാണ്. സഞ്ജു എന്നാണ് വിളിക്കുന്നത്. സഞ്ജു ആണ് പെർഫോമൻസിലുള്ള ക്രിട്ടിക്കലായിട്ട് പെർഫോമൻസിനെ മറ്റൊരു നേരത്തെ പറഞ്ഞ പോലെ അച്ഛനും അമ്മയൊക്കെ ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്താലും അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ ശരി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതുവരെ നമ്മളടുത്ത് പറയാം. വല്ലപ്പോഴൊക്കെ അച്ഛൻ വല്ലപ്പോഴും പറയാറുണ്ടെങ്കിലും കൂടുതലും നല്ലത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലായാലും കോളേജുകളിലും എല്ലാം നല്ലതുകൾ മാത്രം. കാരണം എല്ലാവർക്കും നമ്മുടെ സ്വന്തം കുട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്പോൾ പോസിറ്റീവ്സ് മാത്രമേ കൂടുതൽ കേട്ടിട്ടുള്ളൂ. നെഗറ്റീവ്സ് ഇല്ലാത്തതുകൊണ്ടല്ല, അത് നമുക്കറിയാം. കുറേയധികം നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ലേണിംഗ് ആയിട്ട് മാറ്റാൻ നമുക്ക് പറ്റിയാൽ മതി. അത് ആ ഒരു ആ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നത് ശരിക്കും എനിക്ക് തോന്നുന്നത് സഞ്ജു ആണ്. അതായത് എൻ്റെ ഏറ്റവും വലിയ ഞാൻ എന്നെ കാണുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പം തോന്നുന്നത് ഞാൻ പലപ്പോഴും കുറച്ച് പ്രത്യേകിച്ച് ഒരു ആ കാലഘട്ടത്തിൽ നാടകത്തിൽ കുറച്ച് എക്സാജറേറ്റ്, കുറച്ച് ലൗഡാണ്. ഞാൻ ജനറലി ആസ് എ പേഴ്സൺ കുറച്ച് ലൗഡാണ്. അപ്പോൾ പെർഫോമൻസിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ ഹരൻ സാറ് ശ്രീധർ തെലുങ്ക് പടമല്ല എന്നാണ് ആദ്യം പറഞ്ഞത് ഫസ്റ്റ്. പക്ഷെ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഹരൻ സാറിന്റെ പടത്തിൽ തന്നെ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു നടന്റെ മകനായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നടന്നത്. അല്ലാതെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇടിച്ചു കയറി ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ശരിക്കും ഈ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ രാമന്റെ തോട്ടം
പുണ്യാളൻ്റെ അഗർബത്തീസ്, രാമൻ്റെ അന്തോട്ടം, അങ്ങനെയുള്ള ചില സിനിമകൾ വന്നപ്പോഴാണ് നമുക്ക് ആ ഒരു സട്ടിൽനെസ് നമ്മുടെ പെർഫോമൻസിൽ കൊണ്ടുവരാനുള്ളൊരു ബോധപൂർവമായ ശ്രമവും അതിനുള്ള സപ്പോർട്ട് സംവിധായകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണ്. സിനിമയും കൂടി അങ്ങനെ മാറിയതുകൊണ്ടായിരിക്കും. വളരെ റിയൽ ആയിട്ടാണ് നമ്മൾ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത്തരം സിനിമകളുടെ ഭാഗം, അപ്പൊ ആ രീതിയിലുള്ള സിനിമകളിലേക്ക് നമ്മൾ വന്നപ്പോഴാണ് നമ്മൾ അത്തരം പെർഫോമൻസും, എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനിൽ ഞാൻ പഠിക്കണേ തോന്നുന്നു. കാരണം അച്ഛൻ പണ്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഉള്ള മറ്റേ വില്ലൻ വേഷങ്ങളൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര അൺറിയൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് ചെയ്ത അതേ ലാഘവത്തോടുകൂടി ഇന്ന് ഇപ്പോൾ ഒരു ജോർജ് ഏട്ടൻ സ്ഫുരം വരുമ്പോൾ വളരെ റിയൽ ആയിട്ട് അച്ഛന് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. പുണ്യാളൻ്റെ അഗർബത്തീസിൽ അച്ഛൻ ചെയ്തപ്പോഴും അപ്പോൾ ആ കാലത്തിനനുസരിച്ച് പെർഫോമൻസിന്റെ ശൈലി മാറ്റി കൊണ്ടുവന്നത് അച്ഛനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്രയൊന്നും പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ശ്രമം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഈ ഒരു സിനിമ കണ്ട ഒരു പക്ഷെ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആണ്. ശ്രമകരമായി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം പുണ്യാളൻ അഗർബത്തീസിൽ എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് ശങ്കർ വളരെ വ്യത്യസ്തമായിട്ടാണ് ചിത്രീകരിച്ചത്. അത് ക്യാരക്ടർ ഡിഫറെന്റ് ആയിരുന്നു. എത്രത്തോളം റിസ്ക് ഉണ്ടായിരുന്നു? കാര്യം ഒരു റിയൽ ഒരു കുറേ കാലം ഗുണ്ടയായിട്ട് മാറി ഒരു കോമഡി റോളിലും ഈ ഗുണ്ടായുസം ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുണ്ട വേഷങ്ങൾ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അത്ര ആൾക്കാരെ നേരിട്ട് പരിചയമില്ല സത്യത്തിൽ. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള പല സിനിമകളിൽ നിന്ന് കണ്ടതൊക്കെയാണ്. ഞാൻ ആലോചിക്കും ശ്രീജിത്തിനെ സിനിമകളിൽ കാണുമ്പോൾ എല്ലാ സ്റ്റാർസിനും അടി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പലതിലും ഇനി പുതിയത് വന്ന ഈ മറ്റേ അങ്കമാലിയിലത്തെ പിള്ളേരുടെ എന്നൊക്കെ ഇനി വാങ്ങിക്കാനുള്ളൂ. അല്ല, അതും ഒരു വലിയ കാര്യമാണ്. അത്തരം സിനിമകളിൽ ഉണ്ട് എന്നുള്ളതാണല്ലോ. അല്ല, അപ്പൊ നമ്മള് അതിന്റെ ലേണിംഗ് മുഴുവൻ നമ്മൾ കാണാത്ത ആൾക്കാരാണ് കൂടുതലും. പുണ്യാളിലൊക്കെ എത്തിയപ്പോൾ പുണ്യാളിനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം രഞ്ജിത്ത് എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നത്, ഓട്ടോറിക്ഷക്കാരൻ നമുക്ക് കുറേ സുഹൃത്തുക്കൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. അപ്പോൾ അവരുടെ കുറേ മാനറിസംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. ആ ഒരു പാട്ട് എനിക്ക് തന്നു, അതെനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ശരിക്കും രാമന്റെ ഏദൻതോട്ടം തുടങ്ങി. അപ്പോൾ രാമന്റെ ഏദൻതോട്ടത്തിൽ അനു ചെയ്യുന്ന ക്യാരക്ടർ അവരുടെ ഫാമിലി ഫ്രണ്ടാണ്. ജോജു, അനു ഒക്കെ ഉള്ളൊരു ഞാനും നസ്നി എന്ന് പറഞ്ഞ് ചെയ്യുന്ന മുത്തുമണി ചെയ്യുന്ന ക്യാരക്ടർ, ഞങ്ങളാണ് പേർ. എൻ്റെ വൈഫായിട്ട് മുത്തുമണി അഭിനയിക്കുന്നു, ഞങ്ങളൊരു മകളുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫാമിലികൾ തമ്മിലുള്ള വളരെ അടുപ്പമുള്ള രണ്ട് ഫാമിലികളാണ്, രണ്ട് രീതിയിലുള്ള രണ്ട് ഫാമിലികളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സലീം എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു രീതിയിലും അഭയകുമാർ അല്ല സലീം, ഒരു രീതിയിലും അഭയകുമാർ അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. വെൽ ടു ഡു ആണ്, ഒരു ബിസിനസ് പേഴ്സൺ ആണ്. ഭാര്യയുടെ സ്പേസ് കൊടുക്കുന്ന, എന്നാൽ ആ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. തിരിച്ചും ആ റെസ്പെക്റ്റ് അയാൾക്ക് കിട്ടുന്നുണ്ട് ഭാര്യയുടെ കയ്യിൽ നിന്ന്. എന്താണ് ക്യാരക്ടർ? അനുവിൻ്റെ ക്യാരക്ടർ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള, ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു പെൺകുട്ടി. എന്നാൽ ഫാമിലി, വീട്, കുട്ടി, അതൊക്കെ അതിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടി. എനിക്കിപ്പോൾ ക്യാരക്ടറിനെ കുറിച്ച്, എൻ്റെ ക്യാരക്ടറിനെ വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് സിനിമയിൽ. എനിക്കത് മനസ്സിലായി. മനു ഇതിനു മുമ്പ് ഒത്തിരി സിനിമകൾ ചെയ്തെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഇപ്പം ഫുക്രയിൽ പോലും ഉണ്ട്, എന്നാലും അതെ വലിയതായിട്ട് മെയിൻ ആയിട്ട് അതിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ സിനിമയിൽ നേരെ പോസ്റ്റേഴ്സിൽ വരെ എൻ്റെ ഇമ്പോർട്ടൻസ് അറിയാനുണ്ട്. ട്രെയിലറിലായാലും, ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. അത് ഭയങ്കര സന്തോഷമുണ്ട് കണ്ടതിൽ. ഇങ്ങനെ ഒരു ക്യാരക്ടർ അതിനോട് എന്തോ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഓൾറെഡി മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു എന്നോട്. ശരിക്കും അതില് ഒരു ക്യാരക്ടർ ഞാൻ തോന്നില്ല, ജോജു, ചാക്കോച്ചൻ, അനു, പിന്നെ മുത്തുമണി, ഞാന്, രമേശ് പിഷാരടി ചെയ്യുന്ന ക്യാരക്ടർ, ഗോകുലൻ ചെയ്യുന്ന ക്യാരക്ടർ, അജു ചെയ്യുന്ന ക്യാരക്ടർ, പിന്നെ കുട്ടികളായിട്ട് അഭിനയിക്കുന്ന രണ്ട് കൂട്ടി. അപ്പോൾ അതിൻ്റെ അകത്തൊരു കുതിരയുണ്ട്, രണ്ട് പട്ടിക്കുട്ടികളുണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഏദൻതോട്ടമുണ്ട്, സിറ്റി ഉണ്ട്. ഇതൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മറ്റേതിനേക്കാൾ കൂടുതലൊന്നും പറയാനില്ല. ശരിക്കും ഇതിനകത്ത് അതിൻ്റെ ഒരു സബ്ജക്റ്റ് തന്നെയാണ് അതിൻ്റെ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ 100% ടോട്ടലി ഞാൻ ജോജുവിൻ്റെ കൂടെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ മറ്റു പടങ്ങൾ ചെയ്തേക്കാൾ കൂടുതൽ ദിവസങ്ങൾ, ഒരു പക്ഷേ സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളത് ഈ സിനിമയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. ഇതിനകത്ത് മുമ്പും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന്, ഔട്ട് ഓഫ് സ്ക്രീൻ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഒരു പക്ഷേ അത് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും.
ഏദൻ തോട്ടത്തിന്റെ കഥ കേട്ടത് എന്നാണ്? ഏദൻ തോട്ടം സ്റ്റാർട്ട് ഫുക്രി ചെയ്യുന്ന സമയത്താണോ അതോ അതിനു മുമ്പ്? ഫുക്രി റിലീസായിട്ടില്ല, അതിന് മുമ്പാണ്, റിലീസിന് മുമ്പാണ്. ഫുക്രി ഷൂട്ട് കഴിഞ്ഞു. പക്ഷേ അന്ന് കേൾക്കാൻ പറ്റുന്ന രസമാണ്. എനിക്ക് ആദ്യം സാറ് ഒരു ഡാൻസ് കളിക്കുന്ന വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ വീഡിയോ അയച്ചു കൊടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. ഇപ്പോൾ പല പ്രോഗ്രാമാണോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത് ആദ്യം. സ്റ്റേജ് ഷോ ചെയ്യാറുണ്ട്? ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് സാറ് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്, അപ്പം ഒന്ന് സ്റ്റോറി കേൾക്കാം, നമുക്ക് പറയാല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ സാർ, ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞു. കാരണം രഞ്ജിത്ത് സാറിൻ്റെ എല്ലാ പടവും ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം ഹിറ്റാണ്. അപ്പോൾ ഞാൻ വെറുതെ മിസ്സാക്കില്ല. സ്റ്റോറി എങ്കിലും പോയി കേൾക്കാൻ കിട്ടുമോ ഇല്ലയോ അത് ദൈവത്തിന് അറിയാമെന്ന് വിചാരിച്ച് ഞാനും വിഷ്ണുവിനും കൂടെ മാമനും ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റോറി കേൾക്കാൻ വന്നു. സ്റ്റോറി സാറ് പറഞ്ഞു തുടങ്ങി. സാറ് പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താണ് അനു ചെയ്യാമോ എന്ന് ചോദിച്ചു എന്നോട്. ഞാനിങ്ങനെ ദൈവമേ ഞാൻ എന്ത് ചെയ്യാ, കാരണം അത്രയും വലിയ ഡെപ്തിലൊരു ക്യാരക്ടർ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അത് തന്നെ ആ സമയത്ത് വിഷ്ണു എന്നാണ് എടുത്തു ചാടി പറഞ്ഞത് ചെയ്യാം സാർ എന്ന് പറഞ്ഞു എന്നോട്. ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ഇത് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊന്ന് സാർ എന്നെ കാണുന്നവരെ അനുവിനെ വെക്കണോ വേണ്ടെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞിട്ട് സാറ് പല ഇന്റർവ്യൂസിലും പറഞ്ഞു, കണ്ടു കഴിഞ്ഞിട്ടാണ് സാർ പറഞ്ഞത് ഞാൻ എന്താണോ മാലിന്യയിൽ ഉദ്ദേശിച്ചത് അത് ഏകദേശം പറഞ്ഞു. പറയണം അനുവിനെ ആദ്യം ആലോചനകളിൽ വന്നപ്പോ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നതാണ്. പിന്നീട് വേണ്ട എന്ന് പറയാനാണ് സത്യത്തിൽ അന്ന് വിളിപ്പിച്ചത്. പക്ഷെ ആ ഒറ്റയടിക്ക് വേണ്ട എന്ന് പറയാൻ അതിന്റെ മര്യാദയിൽ പറയാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. പക്ഷെ അന്ന് നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിൽ തോന്നിയത് ഇത് തന്നെയാണ് ശരിയാവും, മാലിന്യ കറക്റ്റ് ആയിരിക്കും എന്ന് അപ്പോഴാണ് തോന്നിയതെന്ന് പറഞ്ഞു. അപ്പൊ പലപ്പോഴും അതിന്റെ പ്രീവിയസ് അപ്പൊ അതായത് അതിന്റെ ഇടയിൽ നമ്മൾ യാത്ര ചെയ്യില്ല. അപ്പൊ പറഞ്ഞത് അതിന്റെ ഇടയിൽ നമ്മൾ ഈ ക്യാരക്ടറൊപ്പം യാത്ര ചെയ്ത് ആ ചെറിയ സമയം കൊണ്ട് ഈ വേണ്ടാന്ന് വിചാരിച്ച സമയവും നേരിട്ട് കണ്ട സമയം കൊണ്ട് ആള് നേരിട്ട് കണ്ടപ്പോ മാലിന്യ കറക്റ്റായി. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ എന്റെ അടുത്ത് പറയുമ്പോഴും എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ശ്രീജിത്തിനെ ഈ ക്യാരക്ടറിൽ ഒരിക്കലും പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. സലീമായിട്ട് ശ്രീജിത്ത് ചെയ്യുന്നത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ സിനിമയുടെ ഈ ക്യാരക്ടർ ശ്രീജിത്ത് ചെയ്യുമ്പോഴത്തെ ഫ്രഷ്നെസ് അതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഞാൻ ഇതുവരെ ഞാൻ സാധാരണ നമ്മള് ശ്രീജിത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും, അപ്പൊ നല്ല രസമായിരിക്കും എന്നുള്ളൊരു സാധനം എന്നാണ് പലപ്പോഴും നമ്മുടെ കാസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ അത് ശ്രീജിത്താണ് ചെയ്താൽ അത് അങ്ങനെ സംഭവം മറ്റേ സാധനം നന്നായിരിക്കും എന്ന് പറയുന്നതാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. ഇത് എനിക്ക് ശ്രീജിത്തിന് ഒരിക്കലും ആ ഡയലോഗ് പറഞ്ഞ് എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും അത് കുറച്ച് ഫ്രഷ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് തന്നെ കാസ്റ്റ് ചെയ്യാൻ. ഏദൻ തോട്ടത്തിലെ രാമുവിൻ്റെ ഏദൻ തോട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രകൃതിയുമായി ബന്ധമുണ്ട്. അപ്പം വയനാട്ടുകാരിയാണ്. പ്രകൃതി രമണീയം, ചുരങ്ങളും മുത്തങ്ങയും ഒക്കെ. ഞാനും വയനാട് വന്നിട്ടുണ്ട്. ഒരുപാട് നമുക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ല തണുപ്പാണ്, നല്ല ആതിഥേയത്വമുള്ള ഒരു സ്ഥലമാണ്. ഏത് വീട്ടിലും വഴി ചോദിച്ചാൽ ആ വീട്ടിൽ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാൻ തരും. അപ്പോൾ എത്രത്തോളം വയനാട് എൻജോയ് ചെയ്യുന്നു? അയ്യോ ഞാൻ കുട്ടിക്കാലം തൊട്ടാണെങ്കിലും ഇപ്പൊ സിനിമയിലൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് എവിടെ ഷൂട്ടിന് വന്നാലും എനിക്ക് തിരിച്ച് വയനാട്ടിൽ എത്താത്തൊരു സമാധാനം ഉണ്ടാവാറില്ല. പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ടല്ലോ അനു വയനാട്ടിൽ ഇത്രയും ദൂരമില്ലേ, അപ്പോൾ പെട്ടെന്നൊരു പ്രോഗ്രാമിന് വിളിച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അനുവിനും ബുദ്ധിമുട്ടാണ്, അപ്പോൾ എറണാകുളം ഒന്ന് താമസിച്ചിട്ട് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് എളുപ്പമല്ലേ, അതല്ലേ സുഖം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് അതിനേക്കാളൊക്കെ സുഖം വയനാട് തന്നെയാണെന്ന്. കാര്യം ആ വൈത്തിരി വഴി പോകുമ്പോൾ ഉപ്പിട്ട മാങ്ങ ഇങ്ങനെ നിറയെ കളർഫുൾ ആയിട്ടുള്ള കുപ്പികൾ കാണുന്നത് നമ്മൾ അതുവഴി സഞ്ചരിക്കുമ്പോൾ പിന്നെ എനിക്കെന്തോ വയനാട് പോകുന്നത് വിട്ടുപോകുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ ഞാനൊരു ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ അതും ഉണ്ട്. അപ്പൊ അതൊന്നും എനിക്ക് വിട്ടു പോരാൻ പറ്റില്ല, കാരണം എൻ്റെ ഫാമിലി എവിടെയാണ്, ഞാൻ ജനിച്ച് വളർന്ന ഞാൻ പഠിച്ച സ്കൂളുണ്ട്. അപ്പൊ അതൊന്നും അങ്ങനെ വിട്ടുപോകാനൊരു അങ്ങനെ ഒരു ഇഷ്ടമുള്ള കുട്ടിയല്ല. വിട്ടുപോകുന്നത് ഈ സെക്കൻഡറി. പക്ഷെ നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോൾ നമ്മളെ തിരിച്ചറിയുക, നമ്മളോട് അവർ സിനിമ വിശേഷം പറയുക, അപ്പോഴാണ് നമ്മൾ സിനിമ ശരിക്കും നമുക്ക് അത് ആ ഒരു എൻജോയ്മെന്റ് ഇസ് വെരി വെരി ഡിഫറെന്റ്. അത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നു? അത് കുറെ കിട്ടിയിട്ടുണ്ട് ഞാൻ നാട്ടിൽ. കാരണം എൻ്റെ ഫസ്റ്റ് സിനിമ വലിയ സിനിമയൊന്നും ആയിരുന്നില്ല, പൊട്ടാസ് ബോംബ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ആ സിനിമ റിലീസായപ്പോൾ ശരിക്കും എൻ്റെ നാട്ടിലായല്ലോ നാട്ടില് പിന്നെ ഭയങ്കര എന്താ പറയുക, നാട്ടുകാർ ഒരു ആഘോഷമാക്കി മാറ്റിയിരുന്നു. തിയേറ്ററിലൊക്കെ എൻ്റെ വലിയ ഫോട്ടോ വെച്ച് ഞാനെന്തോ ഭയങ്കര, ഞാനാണെങ്കിൽ കുറച്ചേ ഉള്ളൂ സിനിമയിൽ, ഞാനെന്തോ ഭയങ്കര സംഭവം പോലെയാണ് അവർ ആഘോഷിച്ചിരുന്നത്. അതെ അതെ. അപ്പോൾ നാട്ടിലായി ഇപ്പോൾ ഞാൻ പോയി ചെന്നാൽ അനു ചാക്കോച്ചൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ജയേട്ടൻ എങ്ങനെയുണ്ട്, മമ്മൂക്കാനെ കണ്ടോ, അങ്ങനെ കണ്ടോ നോക്കുമ്പോൾ എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ ആവേശമാണ് സിനിമ കഥകളൊക്കെ. ഇപ്പോൾ രാമൻ്റെ ഏദൻ തോട്ടം ട്രെയിലർ ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇപ്പം എൻ്റെ നാട്ടുകാരായിരിക്കും. ഞാൻ അത്രയും ഇത് ആദ്യമായിട്ടാണ് ട്രെയിലറിൽ ഇത്രയും കൂടുതൽ എൻ്റെ
ഫേസ് കാണിക്കുന്നത്. ഒരു ലൊക്കേഷൻ ഒരു സിനിമ വരുമ്പോഴാണ് ആ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം വന്നപ്പോൾ ഇടുക്കി നമ്മൾ കുറേ സംഭവങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഇപ്പം അങ്കമാലി ഡയറീസ്, അതുപോലെ ഞങ്ങൾ കാണാത്ത വയനാട് ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഫുഡായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. കൊച്ചു കൊച്ചു റിസോർട്ട്സ് ഉണ്ട് അല്ലേ അവിടെ, ചെറിയ ചെറിയ വീട്. കാരണം വയനാട്ടിൽ വന്നാൽ അറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഭംഗി ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞാൽ നോക്കിയേക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറയാം ഇടയ്ക്ക് വയനാട്ടിലേക്ക് ഞങ്ങൾ എല്ലായിടത്തേക്കും കൊണ്ടുപോകാന്നൊക്കെ പറയും, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കൊണ്ടുപോകും. ഫുഡ് എന്ന് വെച്ചാൽ നല്ല നാടൻ അടിപൊളി നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ള അടിപൊളി ഫുഡ് അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങൾക്ക് തന്നെ പണി. എനിക്ക് വിഷ്ണുവിൻ്റെ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു തട്ടുകടയുണ്ട്, നസീർ ഖാൻ്റെ തട്ടുകട. ഞങ്ങൾ അവിടെ പോയിട്ട് നല്ല ചിക്കൻ പൊരിച്ചതൊക്കെ ദൈവമേ കൊതിയാറുണ്ട്. ഇത്രയും ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ സിനിമയിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഡയറ്റിംഗ് നോക്കണം. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും പ്രായം കുറഞ്ഞ ആൾക്കാർ, എത്ര വയസ്സായ ആൾക്കാരും പ്രായം അവർ അത്ര നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ എങ്ങനെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഡാൻസ് തടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഡാൻസ് ആണ് ഏറ്റവും മെയിൻ. തടിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കാൻ ശ്രമിക്കുക. തടിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യും, പക്ഷെ ഫുഡ് കുറയ്ക്കില്ല. അയ്യോ അതിന്റെ ഒരു അതൊരു വലിയ കാര്യം. അപ്പൊ ഡയറ്റ് ചെയ്യല്ല? ഇല്ല, ഞാൻ നല്ലോണം, എനിക്ക് ചോറ് നല്ല മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ചെറുപ്പം പോലെ ശീലിച്ചല്ലേ, വെറുതെ എന്തിനാ. അതിന് എനിക്ക് നേരെ തിരിച്ച് എനിക്ക് ഇവിടെ ഒരു സാധനം ഉണ്ട്, എനിക്ക് അറിയാവുന്ന ഒരു സാധനം, അത് യൂസ് ചെയ്താൽ പോരെ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡാൻസ് കൂടുതൽ അറിയാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യും ഈവൻ കുട്ടികളെ പഠിപ്പിക്കല്ലാതെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇപ്പം എനർജി കൂടുതൽ ബേൺ ചെയ്യണം. ഒരു മോഹിനിയായിട്ട് എന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെ നിർത്താതെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഒരു 10 മിനിറ്റിന് ഏകദേശം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഭയങ്കര ഒരു ബോഡിക്ക് ഭയങ്കര റിലീഫാണ് ശരിക്കും, മനസ്സിനും. അതെ, തടിയൊക്കെ നമുക്കെന്തോ ഒരു 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തോ ലൂസായ ഒരു ഫീൽ എനിക്ക്. അതൊരു അരമണിക്കൂർ ചെയ്താൽ മതി. ഒരു ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇത് മൂന്നും ചെയ്താൽ ഓക്കെ, തടി ഏകദേശം ഒരു 5 ദിവസം കൊണ്ട് ഞാൻ കുറയും.